ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. പിന്നെ ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കൂ, അല്ലാത്തവർ വിട്ടേക്കൂ. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താങ്ക് യു എല്ലാവരോടും. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വില നിങ്ങൾ തരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള ആരെങ്കിലും കാണുന്നുവെങ്കിൽ അവരൊന്ന് ദയവ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളുടെ ചാനൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരാനാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഇതുവരെ എന്തായിരുന്നു, അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ 7 ഓഫ് കപ്സ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതൊരു ലവ് കോസ്റ്റ് ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഒരു ഓപ്ഷൻ്റെ കാർഡാണിത്, 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 7 ഓഫ് കപ്സിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അവിടെ ഒരു തേർഡ് പാർട്ടി കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടി മൂലം നമുക്ക് വന്നിട്ടുള്ള ദുരുവിഷമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് വന്നതിനേക്കാൾ ഏറെ നിങ്ങളുടെ വ്യക്തി എന്താണ് അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് 5 ഓഫ് വൈൻസ് വന്നിട്ടുണ്ട്. ക്ലാഷസ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഓപ്ഷനൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ടൊക്കെ സേജിനെ ഒരു റിലേഷൻഷിപ്പൊക്കെ കൊണ്ടുപോവുകയും, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും അതേമാതിരി നല്ലൊരു ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിംഗിൾസ് ഓർ ചിലപ്പോൾ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ മാരീഡിൽ ആരായാലും നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബന്ധം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കാം ഇതിനിടയിൽ ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ മീൻസ് ഇവിടെ തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇവിടെ ഒരു ക്ലാഷസ് വന്നിരിക്കുന്നു, ഡിസഗ്രിമെൻറ്റ്സ് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഏത് സമയവും ഒരു വൂണ്ടഡ് ആയിട്ടുള്ള, ഒരു അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം 9 ഓഫ് വൈൻസ് ആണ്. അപ്പോൾ അവിടെ കെട്ടിയിട്ട മാതിരിയുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. കെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തടവറയിൽപ്പെടുകയില്ലേ നമ്മൾ, തേർഡ് പാർട്ടിയുടെ തടവറയിൽപ്പെടുന്നു എന്നാണ്. തേർഡ് പാർട്ടി വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ എന്നാണ് കാണിക്കുന്നത്. അവിടെ ഫ്ലട്ടി ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലവ്, ഫ്ലട്ടി ആയിട്ടുള്ള ലവ് എന്ന് പറഞ്ഞാൽ പാഷനാണത്. അതുപോലെ തന്നെ കുറച്ച് ആ രീതിയിലുള്ള ഒരാളാണ് തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും, തേർഡ് പാർട്ടി ഫ്ലട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും. ഒന്നിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് കാണിക്കുന്നത്. അതിൻ്റേതായ ബാലിശ്യമായ ചില പ്രവൃത്തികൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഹി ഓർ ഷി ആരായാലും അത് അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇൻഫാക്ച്വേഷൻ ആൻഡ് ഒബ്സസ്ഡ് ലവ്, 8 ഓഫ് വൈൻസ് വന്നിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും ഒരു ഭയങ്കര അട്രാക്ഷനായിരുന്നു ആദ്യമൊക്കെ. ഭയങ്കര അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ഭയങ്കര അട്രാക്ഷനായിരുന്നു. ആ ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ ചിലരെയൊക്കെ മയക്കിയെടുക്കുക എന്ന് പറഞ്ഞ മാതിരി ആ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നിരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. 2 ഓഫ് സോർട്സ് വരുന്നുണ്ട്, റെസൻമെൻറ്റ്, ഡിനിയൽ ആൻഡ് ഇവിടെ ഏത് സമയത്തും ഇവർ ഒന്ന് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടിയാണ്, അല്ലെങ്കിൽ ആ വാക്ക് തർക്കമാണ്. അവിടെ വലിയ 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 വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമായി ഇവിടെ കാണിക്കുന്നുണ്ട്. 2 ഓഫ് സോർട്സ് അത് നമുക്ക് ഇവിടെ നല്ല വൃത്തിയിലാണ് വന്നിരിക്കുന്നത്. റെസൈൻമെൻറ്റ് ആൻഡ് ഡെനിൽ, അത് ആ കാർഡ് നമുക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും ആ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല, ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ചലഞ്ചിങ് ആണ്. ഇത് വളരെ തിങ്കബിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്യണോ, ഇത് വേണോ വേണ്ടേ എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടല്ലേ. അതിപ്പോൾ നമ്മളുടെ പാർട്ട്ണർക്കാകാം, ഒരു പക്ഷേ നമുക്ക് തന്നെയാകാം, ആർക്ക് വന്നാലും ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നുകൂടി ഞാനിവിടെ പറയാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ. എന്നാലും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്രതീക്ഷയുണ്ട്, ഇതിൽ നിന്ന് മൂവ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ ഒരു നല്ല ജീവിതം എന്ന് വെച്ചാൽ പ്രോമിസിങ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു പ്രോമിസ് ചെയ്ത് സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് വരണമെന്ന് ഈ വ്യക്തി വളരെയധികം മോഹിക്കുന്നു. പറ്റിപ്പോയ അബദ്ധങ്ങൾ, പറ്റിപ്പോയ വിഷമങ്ങൾ, പറ്റിപ്പോയ എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഡ്രീം കം ട്രൂ, ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് എടുക്കാം. അട്രാക്റ്റീവ് ആൻഡ് ഡ്രീമി ആയിട്ടുള്ള നിങ്ങളോട് ഇപ്പം പണ്ടത്തേക്കാൾ അട്രാക്റ്റീവാണ് ഈ വ്യക്തി എന്ന് കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു മനോവേദനയും അതുപോലെ തന്നെ വല്ലാത്തൊരു അട്രാക്ഷനും ഫീൽ ചെയ്യുന്ന ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു ലവ്. അതായത് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആരായാലും അത് എനിക്ക് വളരെ നല്ലൊരു ഗിഫ്റ്റായിരുന്നു ആര് തന്നിരുന്നത്, ഡിവൈൻ തന്നത്. അതിനെ ഞാൻ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൽ ഞാൻ എന്താണ് അതിനെ ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധവുമല്ല, അല്ലെങ്കിൽ എനിക്കൊരു വിവരവും ഇല്ലാത്ത മാതിരിയായിപ്പോയി ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയ ആ ഒരു നിമിഷത്തെ ഞാൻ ശപിക്കുന്നു എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം വേദനയോടുകൂടി കാണുന്നുണ്ട്. ഓക്കെ, വളരെ പേജ് ഓഫ് വാൻസ്. നിങ്ങളെ ഇപ്പോൾ ഒന്ന് കണ്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നാണ്. എന്നാൽ ഇയാളുടെ ഈഗോ ഇതിന് ഒന്നും അനുവദിക്കുന്നില്ല എന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇയാൾക്ക് നല്ല ഈഗോ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ്, നല്ല ഈഗോ ഉണ്ട്. ഇയാൾ ഈ ഈഗോ വെച്ചുകൊണ്ടാണ് ഈ വേണ്ടാത്ത പണിയെല്ലാം ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതാണ് ഏറ്റവും പറ്റാത്ത കാര്യങ്ങൾ. ഈ ഈഗോ എന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത ഒരു ടു ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം എനർജി അല്ലെങ്കിൽ സോൾമേറ്റ് എനർജി തന്നെ, ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയൻ. ഇപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് ബന്ധം, ആ രീതിയിലുള്ള ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ ഇയാൾ പോയാലും, അയാൾ എവിടെയെല്ലാം പോയി പിന്നെ അയാളുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പാസ്സായി അതിൻ്റെ ഡിഗ്രിയൊക്കെ എടുത്ത് വന്നാലും ശരി, ഈ ബന്ധം അവസാനിക്കില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിവോഷണൽ ആൻഡ് മച്യൂർ ലവ്. നിങ്ങളോട് ഇയാളെ ഈ നേരത്തെ പറഞ്ഞു നമ്മൾ പിന്നെ ഒരു എംപററുടെ ഒരു പവറൊക്കെ ഉണ്ട് ഇയാൾക്ക്. എംപററുടെ പവർ എന്ന് പറയുമ്പോൾ ഒന്ന് യുവയാണ്, ഒന്ന് പ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യനാണ്. ഇമോഷണൽ ഇതുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കാണിക്കില്ല, മനസ്സിലുണ്ട്, അതങ്ങനെ കട്ടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതാണ് ക്യൂൻ ഓഫ് കപ്സ്, അടിച്ചമർത്തിയാണ് വെച്ചിരിക്കുന്നത്. ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കത്തില്ല. നിങ്ങളോട് നല്ല ഫീലിങ്സ് ഉണ്ട്, നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. നിങ്ങളാണ് അയാളുടെ പിന്നെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും, നഷ്ടപ്പെട്ടു എന്ന അയാൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇതിനേക്കാൾ എനിക്ക് നല്ലൊരു പാർട്ട്ണറെ വേറെ കിട്ടാനില്ല, ഇതൊക്കെ അയാൾക്ക് അറിയാമെങ്കിലും ഈ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കില്ല. കാരണം ചില ആളുകൾ എങ്ങനെയാണ്, അത് പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷി ആരായാലും ശരി, അത് പുറത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മാനം ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അതൊന്നും പറയാൻ പാടില്ല. എൻ്റെ ഇമോഷണൽ ഇത് വെച്ചിട്ട് ആരും കളിക്കേണ്ട, ഞാൻ അത് ആരോടും പറയത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില ദുസ്വഭാവമൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ്, കരിസ്മാറ്റിക് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള നിങ്ങളോട് അത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. കാരണം നിങ്ങൾ ഇവരെ ഇട്ട് പോവില്ല, എവിടെയും ഇട്ട് പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇയാൾ നിങ്ങളെ കാണുന്നത്. അതായത് ഞാൻ എത്ര പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവമൊക്കെ സംഭവിച്ചു പോയി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും തന്നെ അവൻ എന്നെ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോകില്ല. കാരണം അതൊരു വല്ലാത്തൊരു കോൺഫിഡൻറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. എന്തായാലും ചില വ്യക്തികളുടെ ഒരു ഇതായിരിക്കാം അതൊക്കെ, എന്താ പറയുക എന്നെനിക്കറിയില്ല. മജീഷ്യൻ പവറുണ്ട്. അപ്പോൾ ഈ മജീഷ്യൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് അട്രാക്റ്റ് ചെയ്യണമെങ്കിലും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ വ്യക്തിക്ക്. നമുക്കിന്ന് മജീഷ്യൻ കാർഡ് നമുക്കിന്ന് ഷോർട്ടിലും അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മജീഷ്യൻ ഇന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട്, ഒരു പേഴ്സണൽ റീഡിങ്ങിലും അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിസ്മാറ്റിക് ആൻഡ് റെൻഡറ്റ്സ് ലവ് ആണ്. അപ്പം ആഗ്രഹിച്ചാൽ അത് സാധിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ആണ്. ഇവിടെ ചില സൈക്കിൾസ് എൻഡ് ആകുന്നു എന്ന് കാണിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. എക്സൈറ്റിംഗ് ലവ്, ഫോർച്യൂണേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് ലവ്. അപ്പോൾ ചിലൊരു പിന്നെ എന്താ ഒരു കർമ്മയുടെ ആ സൈക്കിൾ ഇവിടെ എൻഡ് ആകുന്നു. അപ്പോൾ ഒരു കർമ്മ ഇവിടെ ചുറ്റി കളിച്ചിരുന്നു എന്ന് കാണിക്കുന്നത് നിങ്ങളെ ബാധിച്ചു, നിങ്ങളെ വളരെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച്, നിങ്ങൾ വളരെയധികം പിന്നെ അട്രാക്റ്റീവ് ആയിരുന്നു, നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തളർന്നിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നു എന്നാണ്. അവസാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുമായിട്ട് മുൻപോട്ട് പോകുന്നു, സെൽഫ് ലെവലിലേക്ക് പോകുന്നു. ആ സെൽഫ് ലവ് നിങ്ങളെ ഏതോ ഒരു വലിയ പിന്നെ ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. കാരണം നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് ഹി ഓർ ഷി ആരായാലും ശരി, നമ്മൾ താന്നു കൊടുക്കുന്നതിന്
ഒക്കെ ഒരു ലിമിറ്റുണ്ട്. എപ്പോഴും നമ്മളുടെ കാര്യം നോക്കാൻ കൂടി പഠിച്ചിരിക്കണം. കാരണം നമ്മൾക്ക് നമ്മുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇനി ഇമോഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി, ഏത് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ സ്റ്റേബിളായിരിക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങൾക്കിവിടെ സംഭവിക്കാൻ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. കാരണം ഈ ട്രോമ ഇവിടെ അവസാനിക്കുന്നു. എന്നിട്ട് ഈ സൈക്കിളൻ്റായിട്ട് പുതിയ ഒരു ഘട്ടത്തിലേക്ക്, ഒരു ഫേസിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ വരുന്നു എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ മാത്രം കാര്യങ്ങളായിരിക്കണം എന്നില്ല. കാരണം ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എൻഡാകാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാനുണ്ട്. ജീവിതത്തിൻ്റെ പാഠം എപ്പോഴും അനുഭവ പാഠമാണ്. നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും എല്ലാം ആ അനുഭവത്തിലൂടെയാണ്. ചില ആളുകൾക്ക് എല്ലാം ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഈശ്വരനെന്ന് പറയുന്ന ഒരു ശക്തിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവർ അങ്ങനെ വിശ്വസിച്ചിരുന്നുണ്ട്. അതിന് നമുക്ക് യാതൊരു വക ആക്ഷേപവുമില്ല. പക്ഷേ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് ഇതുപോലെയുള്ള ഈ കർമ്മയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കർമ്മ വളരെ വില കൊടുക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കർമ്മ നമ്മളും അനുഭവിക്കേണ്ടതായിരുന്നു, ഈ വ്യക്തിയും അനുഭവിക്കേണ്ടതായിരുന്നു, ഈ തേർഡ് പാർട്ടിയുടെ കർമ്മയും അത് തന്നെയാണ്. തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു കർമ്മയാണുള്ളത്. അതങ്ങനെ ഒരു സ്വഭാവ വിശേഷത്തിൻ്റെ ഉടമയാണ് എന്ന് കാണിക്കുന്നു. നമുക്ക് കറണ്ട് പോയി, കുറച്ച് വട്ടം കുറവുണ്ട്. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രീം സത്യമാകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങളുടെ ഫാമിലിയായിട്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പ്രൊപ്പോസൽ, സിംഗിളാണെങ്കിൽ നിങ്ങളുടെ പ്രൊപ്പോസൽ വരുന്നു, വിവാഹം കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. ഇനി അതല്ല ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊത്ത് ചേരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം വളരെ സങ്കീർണമായ അവസ്ഥകളിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് നിങ്ങൾ നല്ലൊരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നു. മാരിറ്റിലാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ദ സൺ വന്നിട്ടുണ്ട്. വളരെ ലോങ് ടേം ആയിട്ടുള്ള ഹാർമോണിയസ് ഇത് നിങ്ങളുടെ ഗൈഡൻസ് ആണ്. ഈ ഗൈഡൻസ് മെസ്സേജിൽ എല്ലാ ഐശ്വര്യവുമാണ് ഡിവൈൻ നിങ്ങൾക്ക് വരമായിട്ട് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വരവും നിങ്ങൾക്ക് തരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം സക്സസ് ആയിട്ടുള്ള ആ ഒരു ജീവിതം, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ജീവിതം, വളരെ അബണ്ടൻസ് ആയിട്ടുള്ള, പ്രോസ്പെരിറ്റി ആയിട്ടുള്ള വളരെ നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് വരാൻ കിടക്കുന്ന ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആണെന്ന് കാണിക്കുന്നു. ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്കിതെല്ലാം സാധ്യമാകുന്നതാണ് എന്നുകൂടി നമുക്കിവിടെ പറയേണ്ടി വരുന്നു. അപ്പോൾ നല്ല റീഡിംഗ് ആയിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാർഡ്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ, ചില നെഗറ്റീവ് കാര്യങ്ങൾ, അതിനെ നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തെ മനോഹരമാക്കാനും നമുക്ക് കഴിയും, നമുക്ക് മനോഹരമല്ലാതെയാക്കാനും കഴിയും. ഇത് രണ്ടും നമ്മളുടെ മൈൻഡാണ്. നമ്മളുടെ മൈൻഡ് ഈശ്വരനിലേക്ക് അർപ്പിക്കൂ. അവിടെ ചില നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ആ പ്രചോദനത്തിൽ നിന്ന് നമ്മളുടെ ലൈഫിനെ വളരെ സെക്യൂറായിട്ടുള്ള വളരെ നല്ല ഒരു ലൈഫ് കൊണ്ടുപോകുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.